ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഞാൻ എന്താ എണീറ്റ് ഒന്ന് പല്ലൊക്കെ തേച്ചതേ ഉള്ളൂ. ഇന്ന് ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് എല്ലാവരും കൂടെ നമ്മളെ വീട്ടിലോട്ട് വിരുന്ന് പോവാണ്. അതായത് ഇവിടെ UK ഉച്ചക്കടയിൽ നിന്ന് നമ്മൾ കരിക്കുഴിയിലോട്ട്. എന്താ കരിക്കുഴി ചിരിച്ചില്ലേ? പിന്നെ ഉച്ചക്കട UK എന്ന് പറയുമ്പോഴേ ചോദിച്ചാ ഗൈസ്, UK നമ്മൾ ഫ്ലൈറ്റ് ഇല്ല. സോ കരമാർഗേന ഞങ്ങൾ കരിക്കുഴിയിലോട്ട് പോവാണ്. ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ മുടി വെട്ടാൻ വന്നിട്ട് അപ്പം ഇതുവരെ പോയിട്ടില്ല. കുളിക്കാൻ വേണ്ടിയിട്ട് പോകണം. കുളിക്കാൻ പോണേണോ? പൈസ വെച്ചു കുളിക്കാൻ പോണേണോ? ഇപ്പൊ അമ്മയ്ക്ക് വെച്ചേക്കണം. അപ്പൊ എന്താ കഴിച്ചെന്നറിയാമോ? കഴിച്ചത് ഞങ്ങൾക്കിപ്പോ പെരുപ്പോലും അമ്മ ഇവിടെ തമ്മാറഞ്ഞ് ഞാൻ ഇവിടെ നിർത്ത് എന്നെ പുഷ്ടി വരുത്തിക്കാന്നവനെ. അവിടെയാണെങ്കിൽ ഇങ്ങനെ കോഴി കൊത്തേ ഉള്ളൂ. സോ അങ്ങനെയാണ്. നോക്കട്ടെ, എനിക്ക് വേണ്ടല്ല, ആയിട്ട് മതിയല്ല. അമ്മ എനിക്ക് വേണ്ട, മിങ്ങി കഴിക്കണം. സോ അപ്പൊ നമുക്ക് റെഡി ആവാം. റെഡി ആയിട്ട് നമുക്ക് പോവാം. ഗുഡ് മോർണിംഗ്. കൊള്ളായിരുന്നു മോനെ, എനിക്ക് വേറെ പ്രശ്നം തോന്നില്ല. എന്നെ ചൂടുണ്ട്, അത് പകലല്ലേ, കുഴപ്പമില്ല. നമ്മള് പകലിൽ നിന്നില്ലല്ലോ, നമ്മള് പകല് കറങ്ങാൻ ലുലു അവിടെ ഇവിടെയൊക്കെ പോയിക്കില്ലായിരുന്നു. സത്യം പറയട്ടാ, ഞാനൊരു അമ്മ മോളാണ്. അതായത് ഇപ്പൊ എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോണെങ്കിൽ സീനില്ലേ. പക്ഷെ അല്ലാതെ ഞാൻ മാറി നിൽക്കുമ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് അമ്മയെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ, അമ്മയുടെ പ്രസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ. ഇപ്പം ഇന്നലെ വൈകിട്ടൊക്കെ വിളിച്ചപ്പോൾ എനിക്ക് എങ്ങനെയൊരു സൗണ്ടൊക്കെ യാത്രകളൊക്കെ പോകണം. എനിക്ക് എൻ്റെ അമ്മച്ചിയെ കാണാൻ, എൻ്റെ പട്ടി, എൻ്റെ പൂച്ചകൾ, എൻ്റെ അച്ചു, കുഞ്ചുസ്, കുഞ്ഞാത്തോളം എല്ലാവരും എനിക്ക് കാണാൻ, മിട്ടാപ്പൂന എല്ലാവരും. സോ ഇനി ഞാൻ പോയി ഒന്ന് റെഡി ആയിട്ട് വരാം, എന്നിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട്. സോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ റെഡിയായി. ഇതാണ് എൻ്റെ ഒരു ഔട്ട്ഫിറ്റ്. ഞാനൊരു നല്ലൊരു ബ്ലൂ, സ്കൈ ബ്ലൂ അല്ല പിന്നെ ഇത് ബ്ലൂ ആണ്, ഒരു ഡാർക്ക് സ്കൈ ബ്ലൂ കളറിൽ ഒരു കുർത്ത സെറ്റാണ് ഇട്ടിരുന്നത്. എന്നിട്ട് ഞാൻ ഹെയർ ഒന്ന് ക്ലീൻ ബണ്ണ് കെട്ടിയ, കാരണം ചൂടായതുകൊണ്ട് മുടി വിരുത്തിട്ടൊന്നും വയ്ക്കാൻ വയ്യ. വിഗ്ഗൊക്കെ കൊണ്ടുവന്ന് എന്നെ വയ്ക്കാൻ വയ്യ. പിന്നെ സാരി ഉടുക്കാന്ന് വെച്ചാൽ, പക്ഷെ സാരി ഉടുത്താൽ ഈ ചൂടത്ത് ഐ എം നോട്ട് കംഫർട്ടബിൾ. ഓക്കെ, എൻ്റെ പൂവൊക്കെ ഇപ്പം വച്ച്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഗൈസ്. നമ്മളിതാ ഒരു ക്ലീൻ ബണ്ണ് കെട്ടി, പൂവൊക്കെ വട്ട വച്ച്. ആൻഡ് ഇതാണ് ഹോൾ ഔട്ട്ഫിറ്റ്. ഇവിടെ അത്രയും പൂവും പേപ്പറൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ഇതൊക്കെ നമ്മൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ്. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇതാണ് കേട്ടോ ഒരു കുർത്ത സെറ്റ്. ഞാൻ മിന്ത്ര ഓർ ഫ്ലിപ്കാർട്ട് ഏതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഞാനിതൊരു എൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ ഒരു മോൻ്റെ ആരുടെ കല്യാണത്തിന് വാങ്ങിച്ചതാണ്. അമ്മയ്ക്ക് സെയിം ഇതിൻ്റെ മെറൂൺ ഉണ്ട്. അമ്മ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക്, നമ്മൾ വീട്ടിൽ കയറിയില്ലേ, അന്ന് വന്നപ്പോഴത്തേക്ക് ഇട്ട സെയിം ഡ്രസ്സിൻ്റെ വേറൊരു കളറാണത്. വേറെ കളേഴ്സ് ഒരുപാടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. നല്ല സ്കിൻ ടോണിനെ ഇങ്ങനെ കുറച്ച് ഇതാക്കുന്ന ഒരു കളറും ആ ഒരു ലുക്കുണ്ട്, ഒരു കുറച്ച് അടിപൊളിയായിട്ടുള്ള ലുക്ക്. സോ ഒരു വട്ടക്കെട്ടൊക്കെ വെച്ച് എൻ്റെ അതിൽ പൂവൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് ഞാൻ K-Beautyയുടെ ലിപ്സ്റ്റിക് കുറേ, എൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കേ ഉണ്ടായിരുന്നില്ല എന്ന് അശ്വിനി ചേച്ചി കയറി വന്ന് ഉണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിൽ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആയിരുന്നു. ഇപ്പം എന്താ, ഞാൻ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ഇന്നലെ വാങ്ങിച്ചതാണ് കേട്ടോ. സേഫ് എന്ന് പറഞ്ഞ ഷെയ്ഡ്, അടിപൊളി ഷെയ്ഡ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് വിരുന്നിന് പോവാം. ഇന്ന് നിന്നെ ഞാൻ കൊണ്ടാക്കും അവിടെ. എന്തരടാ ചൂടാ? ഓക്കെ, അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. എന്താ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ പറക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഇനിയിപ്പോൾ താഴെ പോകാം, അവിടെ എല്ലാം റെഡിയായി കാണും. റെഡിയായി എല്ലാവരും? ബിക്കോസ് നമ്മൾ ഗെറ്റ് റെഡിയൊക്കെ എടുക്കുമ്പോൾ ഓഫ് കോഴ്സ് ലേറ്റ് ആവുമല്ലോ. എന്നാലും പോവാം ഗൈസ്, കമോൺ. എന്തോ അമ്മ എനിക്കൊരു പിന്നി തരുമോ? അതാമ്മ
അച്ഛാ ഓ ആ ഒന്ന് റിസപ്ഷൻ ചേച്ചി അപ്പൂട്ടി ഇത് മനസ്സിലായ അന്ന് റിസപ്ഷൻ എടുത്ത സാരി കൊള്ളാം അല്ലേ സെറ്റ് അമ്മ ഇത് കൊള്ളാം ഇത് ആ കൊള്ളാം കൊള്ളാം നല്ല രസമുണ്ട് കൊള്ളാം അല്ല അതില്ല ഇതിപ്പോ കൊള്ളാം അതെ നീ ഏടി കൊള്ളാം അല്ലേ ഇതാകുമ്പോ നല്ല നല്ല രസമുണ്ട് അമ്മ സാരി ഉടുക്കൂല അമ്മയ്ക്ക് ചുരിദാറാണ് ഇഷ്ടം അതല്ലേ എന്റെ മോൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് മക്കളെ അമ്മയ്ക്ക് സാരി വേണ്ട ഇത് കൊള്ളാം നല്ല രസമുണ്ട് ഇത് അച്ഛനാണോ സോ ഗൈസ് ഞങ്ങൾ എല്ലാവരും കൂടെ വിരുന്നിന് പോവുകയാണ് ഇപ്പൊ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ പിടിച്ച് നിർത്തിയതാണ് അതാണ് അവരെല്ലാരും സ്റ്റക്കായിട്ടിരിക്കണം അമ്മയെ കണ്ട അനങ്ങാൻ നിക്കണത് ചേച്ചി ഒരു ഹായ് പറ ഹായ് ആ അച്ഛൻ്റെ ഹായ് കാശി ഹായ് സോ നമ്മളെല്ലാവരും കൂടെ വിരുന്നിന് വീട്ടിലോട്ട് പോകാൻ പോവുകയാണ് പോവാം പോവാം ഓക്കെ ബാ ബാ ചാച്ചാ ആ കല്യാണ സാരി ഓ ഇത് കൊണ്ടുപോയേ മറ്റേ കോട്ടൺ തുണി ഉണ്ടല്ല അതിൽ പൊതിഞ്ഞു വെക്കണ്ട അല്ലെങ്കിൽ അതിന്റെ കസവ് ആ ഓ സാരി സാരി ഓ ഇല്ല ഇല്ല ഉണക്കിയില്ല ആ ഉണക്കിയില്ല ഓ ചെറുതായിട്ട് ഉണക്കാം ഓ ഞാനും മറന്നു പോണേ ബെല്ലേ ടാറ്റാ അയ്യോ പറ്റുമോ നോക്കിയ ചുമ്മാ നോക്കിയത് ഇല്ല പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ചുരിദാറ് നല്ല രസമുണ്ട് ആ ഓ അപ്പൊ ചേച്ചി പിന്നെ ഇത് എനിക്ക് ചുരിദാർ അടിക്കാതെ എന്ത് ഇനിയിപ്പൊ കല്യാണമൊക്കെ വരുമ്പോ എന്തായാലും കല്യാണം വരുമ്പോഴാ ഓ പിടിച്ചു കോട്ടൺ ആണ് ചേച്ചിക്ക് ഇഷ്ടം കോട്ടൺ ആണ് ഇഷ്ടം അമ്മ ഗിരിയമ്മ വരുന്നവര് മെല്ലെ ചെല്ല് ഇത് മറ്റേ റിസപ്ഷന് മെറ്റീരിയൽ എടുത്തത് എല്ലാ ടാറ്റാ ടാറ്റാ ഇന്നലെ എനിക്ക് പേടിയാണ് പക്ഷെ ഇന്ന് കുഴപ്പമില്ല ഇന്ന് ഭയങ്കര അടിപൊളിയായിട്ട് നിൽക്കണം പോവാം കാശി ഓ അവളിത് അപ്പുറത്ത് വടക്കേപ്പുറത്തേക്കണം പോവാൻ പൊന്നെ കടയെ കൊണ്ടാണ്
സംഭവം ഗൈസ് ഇത്രയും നേരം മൈക്ക് ഓണല്ലായിരുന്നു. നമ്മൾ ഇത്രയും നേരം ഇവിടുത്തെ ഭയങ്കര ബഹളങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ഒന്നുകൂടെ പരിചയപ്പെടുത്തരാം. മാളുന്റെ ഫ്രണ്ട് അനാമിക, ഹുസൈൻ, കസിന്റെ മോൾ. എന്തായാലും കുഴപ്പമില്ല, നമുക്കൊരു കസിനാക്കാം. റിങ്കൂസ് മറങ്ങോട്ട്, നീ ഒന്നിനും ഇവിടെ ഇരിക്കണം. ഇത് ഹരിത. ഹരിതയ്ക്ക് എന്താണ്? ഹരിതയുടെ മാച്ചിങ് കമ്മല്, ടോപ്പ്. പക്ഷെ ബ്രൂട്ടീഷും മാത്രം ഞാൻ ചെയ്യാറില്ല. ഹരിത ക്യാമറ ഓൺ ആക്കുമ്പോ അപ്പ ഹരിത എങ്ങനെയാക്കും പൂട്ട? ഇങ്ങനെ ആക്കും. ഇനി നന്ദന ആരണ? നന്ദന. ഇനി നന്ദന. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. നന്ദന. ഇത് ഹുസൈന്റെ ചേച്ചിയുടെ മോള് ഐഷു. കൊള്ളാം കേട്ടോ, ഔട്ട്ഫിറ്റ് ഒക്കെ നല്ല രസമുണ്ട്. മോഡേൺ ഔട്ട്ഫിറ്റ് കൊള്ളാം. ഇനി നമുക്ക് ഞാൻ എന്റെ അമ്മയുടെ അടുത്തൊക്കെ ഒന്ന് പോട്ടെ. അവർക്കാണെങ്കിൽ എന്നെ താങ്ക്സ്. എന്തൊരു താങ്ക് യു. നീ നേരത്തെ കോമഡിയാ പറഞ്ഞാ? ഓടി സോറി. താങ്ക് യു. നമസ്തേ. അല്ല ഭയങ്കര ചന്തല്ലേ കാണാൻ. ഇന്നത്തെ മേക്കപ്പ് ഇത് ഹൈലൈറ്റ് അടിപൊളി. അതിട്ടോണ്ടാണ് പ്രത്യേക ഒരു ചന്തം. നമ്മളിവിടെ എല്ലാവർക്കും ഡ്രസ്സൊക്കെ കൊടുത്ത് അതൊക്കെ മൂസൊക്കെ ഇട്ട് കാണിക്കാൻ കാരണം മൈക്ക് ഓണല്ലേ ഇരുന്ന് പച്ചത്തന അബി. ഓക്കെ, നമുക്ക് വാ. ഇനി ഇവിടെ ഉള്ളവരെയൊക്കെ അമ്മേരെ നാരങ്ങളും മതി. റിങ്കൂസ് കാശി കഴിക്കാൻ വേണ്ടമ്മ. എനിക്ക് എന്നോട് ഇപ്പഴും വിശക്കല്ലേ എനിക്ക്. അക്കു പറയടാ, നിന്റെ മീശ എടുക്കാതെ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേടാ മീശ എടുത്തിട്ടേ വരാവൂന്ന്. അപ്പൂട്ടോ നമുക്കേ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇവരെ കൊണ്ട് പൊന്മുടി പോയിട്ട് വീട്ടിൽ പോവാം. ചിലപ്പോ ഞാൻ പോകും. യു വാട്ട്? മിട്ടാപ്പൂനെ കണ്ടില്ലല്ലോ. വാ വാ. ഇല്ല വേണ്ട. നമ്മളെ അയ്യോ അമ്മ മിട്ടാപ്പൂനെ കാണാനില്ല. അതോ അടക്കാണ് ഗൈസ്. സംഭവം എന്താണെന്നറിയാമോ? അല്ല അതോ അവനാ ഗ്രൂം ചെയ്യാൻ ചേട്ടൻ വന്നേ. അപ്പം നമ്മൾ ഇവിടെ അവനെ ഇവിടെ കൂട്ടിലാണ് കിടത്തിയേക്കണം. അപ്പം ഈ ബഹളം കാരണം ഇവ എണീറ്റ് ഓടി കാട് കയറി കളഞ്ഞു. ഒറ്റയാനായിരുന്നു, കാട് കയറി കറഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അരുളോ അവിടെയൊക്കെ പോയി എൻജോയ് ചെയ്ത് എന്നെ വന്നിട്ട് അവര് മൈൻഡ് ചെയ്യണില്ല. പോട്ടാ ഈ സ്ത്രീ, ചുരിദാറിട്ട സ്ത്രീ. എനിക്ക് നിങ്ങളെ കാണാത്തോണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അമ്മ. എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. കരഞ്ഞൊന്നുമില്ല. ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞ നിങ്ങളെ കാണാത്തോണ്ട്. ഇവരെന്ത് രക്ഷി സ്ത്രീ. ഇവരിത്രേ തന്നോളൂ പുട്ട് അമ്മക്ക് വെള്ളം. ചേഴ്സ്. ഉപ്പിട്ടായുണ്ട് കുറച്ചാള്. ഇന്നലെ എന്നെ വിളിച്ചു പറഞ്ഞു നിന്നെ കാണാൻ കൊതിയാവാണ്. അപ്പൂന്റെ ഡാൻസ് ഇൻസ്റ്റയില് വീഡിയോ ഇട്ടേ. ഇവിടെ ഇത് തന്നെ നമ്മള് വിളിച്ചു പറഞ്ഞു ഇവര് ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുന്നു. എങ്ങനെ കണ്ടുകൊണ്ടിരിക്കും എന്നേ പറയണെന്നാ ഇടാ. എന്റെ കൊച്ചു അടിപൊളിയായിട്ട് കളിച്ചതിടാ എന്നേ പറയണെന്നാ. ഇത്രയും നാള് വെച്ചിരുന്നു കൊഴുത്തി. എന്തൊരു ഞാൻ സത്യം ചെയ്ത് വായിച്ചത് ഡാൻസ് അങ്ങനെ വാക്ക് പാലിച്ചത്. ഞാൻ സത്യം ചെയ്ത് വായിച്ചു. ഇന്നലെ ഇടണോന്ന് പറഞ്ഞു എന്നേ പറയണെന്നാ ഞാൻ. ഇപ്പൊ ഞങ്ങള് പോയതിനു ശേഷം ഇവിടുത്തെ എന്തൊക്കെയാണ് കാര്യങ്ങൾ വിശേഷം? ഞാൻ പോയതിനു ശേഷം പാങ്ങളില്ല പറ്റൂല മക്കളെ. അത് നിങ്ങളെ മൂങ്ങ മോള്, പിന്നെ നിങ്ങളെ മൂങ്ങ സഹോദരന്റെ മൂങ്ങ മോൻ, പിന്നെ ഈ അമ്മ അവിയുടെ കാര്യം പറയട്ടാ. അവി ഇന്ന് രാവിലെ എന്താ കഴിച്ചെന്ന് പറഞ്ഞു പറഞ്ഞ? 2 ദോശ, ഒരു ഓംപ്ലേറ്റ്, ഒരു മുട്ട അവിച്ചത്, അമ്മ അമ്മ ഞാൻ ചെന്നപ്പോഴേമ്മ പാമ്പിനെ പോലെ പെരുകി അവിടെ അമങ്ങാണ്ട അമ്മനിരിക്കണ സങ്കടം വന്നു. ചായ ഇത്ര വലിയ കപ്പ് വെള്ളം.
അങ്ങനെ അമ്മ പറഞ്ഞു അവിടെ നിർത്താൻ, 1 മാസം അവിടെ നിർത്താൻ. വെക്കേഷൻ നിർത്തിയിട്ട് അവനെ പുഷ്ടിക്കാന്നവനെ അതടി ഉച്ചയിൽ കൊണ്ടുവച്ചേക്കുന്നത്. എന്തോ അവന്റെ മുടിയാണ് പാഷൻ. എടാ അക്കു ഇങ്ങോട്ട് വാടാ, നീ നല്ല ചേരാണ്, ഇങ്ങോട്ട് വാടാ, നിന്റെ ചോദിക്കട്ട്. അല്ലെങ്കിൽ പിടിയടാ അവി, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോയി കെട്ടിപ്പോയി, നിനക്കൊന്ന് കാണാം. ഞാൻ പോയപ്പോ നീ കരഞ്ഞാടാ. അതല്ലേ പറഞ്ഞു, ഇവിടെ അത്രയും പാച്ച് വർക്കിന് താടി അതങ്ങ് വെട്ടിക്കാണാൻ നോക്കിയാണ്. ഇവിടെ കണ്ട പാച്ച് വെട്ടിക്കാണാം. അല്ലെങ്കിൽ നീ ഒന്ന് ഓടിക്കൊണ്ടൊന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചേച്ചി ഐ മിസ് യു എന്ന് നീ പറഞ്ഞ, ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറ പറയടാ, കെട്ടിപ്പിടിച്ചിട്ട് ഐ മിസ് യു എന്ന്. ഐ മിസ് യു എന്ന് പറ, ഐ മിസ് യു എന്ന് പറയടാ. ഇനി ഞാൻ തുപ്പ്, ഞാൻ മിസ് യു എന്ന് പറയടാ. ഇപ്പൊ ഗേൾ ഫ്രണ്ട്സിനെയൊക്കെയാണ് പറഞ്ഞത്. ഇനിയിപ്പോ സ്കൂളിലൊക്കെ പറയും, +2 കോളേജിന്റെ ഐ മിസ് യു ഡാ എന്നൊക്കെ പറയും. ചേട്ടൻ വരണം, നമ്മൾ ഒരുമിച്ചിരിക്കുള്ളൂ. എന്നും ഒരുമിച്ചിരുന്നാൽ എന്റെ ഭർത്താവിനെ രാവിലെ എനിക്ക് പൂവൊക്കെ ചുറ്റാൻ വേണ്ടിയിട്ട് മറ്റേത് തെറ്റി വെച്ചെടുത്ത് ഇങ്ങനെ വെച്ചാൽ മതി. കുളിക്കാൻ കൂട്ടിരിക്കും. വേണം നീ ഇനി കല്യാണം കഴിയുമ്പോ കുളിക്കാവൊക്കെ കൂട്ടിരുന്നാൽ മതി. 5 വിളിക്കും അമ്പിളി, എനിക്ക് പേടി, പാമ്പ് വരുമെന്ന്. ഇവിടെ പാമ്പ് വല്ലതും വന്നാ തന്നെ അവിടെ ചേരയിരിക്കും. അങ്ങനെയാണ് ഇപ്പൊ ഫുഡ് കഴിക്കാന്ന്. നമ്മൾ ഇനി അങ്ങോട്ട് പോയി അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തൊക്കെ ഇരുന്ന് കുറച്ച് എന്താണ് അറിയട്ടെ. ഇഷ്ടപ്പെട്ടാ? അപ്പുവാണ് പൂ വെച്ചെന്ന്, എനിക്ക് പൂവൊക്കെ വെച്ച്. ഡ്രസ് എങ്ങനെയുണ്ട്? ഓ ആര് പറഞ്ഞ? ചേച്ചിയാണോ പറഞ്ഞ? അപ്പുവാ. ഓ ഞാൻ ദോശ അരച്ചിട്ട് അതാ. ഭയങ്കര സംഭവം. അല്ല, ഞാൻ നോക്കിയപ്പോ ചേച്ചി ചുമ്മാ, ചേച്ചി ക്യൂട്ടായിട്ടേ അവന് കാശിക്ക് ദോശയാണ്. അപ്പൊ എനിക്കൊരു ആഗ്രഹം മറിച്ചിടാൻ. ഞാൻ പണ്ട് സ്ത്രീയെ ഇവരൊക്കെ വിചാരിക്കുക ഒന്നും ചെയ്യില്ലാന്ന്. പണ്ട് ഞാൻ അപ്പോഴത്തേക്കും ഞാൻ ഇച്ചിരി മറിച്ചിട്ട് പാളി 2 ഇരട്ട ട്വിൻസ് ആയിട്ട് കാശി കൊടുത്തു. കാശി ഞാൻ ഇത് എന്നെ ആന്റിന്ന് വിളിക്കേണ്ട, എന്നെ അമ്മായിന്ന് വിളിച്ചതെന്ന് പറഞ്ഞ്. എടാ കൊള്ളാടാ. ഇല്ല പറ്റില്ല, അത് ഞാൻ കുട്ടി ദോശ അത് പറ്റില്ല വന്നിട്ട് ആ ചട്ടിൽ ഒത്തിരി മാവായിരുന്നു അമ്മ. പിന്നെ ചേച്ചി എന്തൊക്കെ ഈശ വീശ എന്നാ കാണിച്ചത്. മക്കളെ ആ ഏരിയയിലോട്ട് പോണ്ട. ഇല്ല, ഞാൻ അവർക്ക് മനസ്സിലായി, അവർക്ക് വിനയാവും. ഞാൻ 11 മണിക്ക് ഉറക്കം എണീറ്റിട്ട് ഞാൻ ചെന്നിട്ട് നോക്കിയപ്പോ ഇവരൊക്കെ വേവിച്ച് തന്നു. അപ്പൊ അതൊക്കെ ഞാൻ തിന്നോണ്ട് വീണ്ടും ഞാൻ കയറിപ്പോയി. ഞാൻ ഒന്നും ചെയ്തില്ല. ഇന്നലെ എന്റെ പറയല്ലേ, മീനൊക്കെ വാങ്ങിച്ചോണ്ട് വെച്ച് അവള് എല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് അവള് ചക്ക അടക്കാൻ പോണെന്ന് സ്വപ്നം കണ്ടില്ലേ? ഓ ഈ കരട്ട എനിക്കിരിക്കണം, ഞാൻ ഈ പ്ലാവി കയറി ചക്ക അടക്കാൻ പോകണം. എന്നെ കെട്ടിക്കുമ്പോ ഇത്ര പോലും ഇല്ലായിരുന്നു, 17 വയസ്സായിരുന്നു. അതെന്റെ ചോയ്സ് അല്ല, പക്ഷെ എനിക്ക് ചോയ്സ് ഉണ്ട്. ഒന്നും ചെയ്തിരിക്കാനുള്ള ചോയ്സ് എനിക്കില്ലേ പുട്ട? ഞാൻ പുട്ടമ്മ ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, അവിടെ ഇരുന്നാ മതി എന്ന് പറഞ്ഞ് അയാൾ എനിക്ക് വെള്ളം കൊണ്ട് തരും, അതുകൊണ്ട് തരും. അപ്പൊ ഞാൻ അവിടെ ഇരിക്കും. മഹാറാണി എന്നിട്ട് എല്ലാം ചെയ്തു തരും, തുണി മടക്കി തരും, തുണി വിരിച്ചു തരും, തുണി ഇട്ട് തരും. ഇരുന്നാ മതി. കൂട്ടിയിരിക്കും, എല്ലാം ചെയ്യും. അപ്പൊ ഇന്നലെ റൂമിൽ കുറെ വേസ്റ്റ് ആണ്, അതൊക്കെ ഇന്ന് രാവിലെ കൊണ്ടുപോയി കളഞ്ഞു. അപ്പം എന്താ വെച്ചാൽ ഞാൻ ഗെറ്റ് റെഡി എടുത്ത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അവിടെ ഇരിക്കും ആൾക്കാരൊക്കെ വരുമ്പോൾ. പിന്നെ ഇന്ന് അമ്മൂമ്മയെ കാണാൻ ചന്തയിൽ പോയപ്പോഴത്തേക്ക് എല്ലാവരും ചോദിച്ചു ഇതാണ് മുത്തുവിന്റെ മരുമോളെന്ന്. അപ്പൊ ഞാൻ ഒരു പുനു തൊട്ട് ചിരിച്ചവരെ കഴിഞ്ഞു. അമ്മൂമ്മയെ കാണാൻ പോയി. അമ്മൂമ്മയുടെ കാലിൽ വലിയൊരു ഓട്ട, ഇതിന്റെ ഒരു മിനി സൈസ് ഓട്ട. അക്കുന് ചേച്ചി ദോശ ഇട്ട് തരട്ടെ, തട്ടിൽ കുട്ട് ദോശ. ഇന്നലെ ഞങ്ങൾ തട്ടിൽ മറിച്ചിട്ടപ്പം അത് മുറിഞ്ഞു പോയി. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ സെറ്റ്. ഓ കാശിക്കല്ലേ അത്. ഞാൻ പണ്ട് ദോശ ഇട്ട് തരണ ഓർമ്മ ഉണ്ടാ? നിങ്ങളെ കൾസിമേഴ്സ് ഒന്നും എനിക്ക് അഭിനയിക്കരുത്. ഓർമ്മ ഉണ്ടാ? ഞാൻ ചമ്മന്തി ഇരിക്കാൻ താഴത്തെ വീട്ടില്, എന്തിന് പ്രശാന്ത് അവനൊക്കെ ഉള്ള വീട്ടില് ദോശ ഉണ്ട്. ഓർമ്മ ഉണ്ടാ? ചമ്മന്തിയൊക്കെ അരയ്ക്കണം, മീനൊക്കെ പരിക്കണം. ദോശ ഇട്ടുതരാം.
നിങ്ങക്ക് പൂ വേണോ? പൂവൊന്നും വേണ്ട, എനിക്ക് ഞാൻ ചന്തം ഭംഗി കാണാൻ രാവിലെ പോയി വാങ്ങിച്ചാ പോസ് ഇന്നലെ രാത്രി കെട്ടിയ പോവാണ്. ഓ, അമ്മയ്ക്കും ചേച്ചിക്കും എനിക്കും. താങ്ക്സ്. ഞാനാണ് ചെയ്ത മേക്കപ്പ്. കൊള്ളാമോ ഡാക്കു? ഞാനാ കൊള്ളാന്നുള്ള നിന്റെ ഗേൾ ഫ്രണ്ടാ? ഇട്ടോണ്ട് പോയി പണ്ട് അത് പണ്ടുള്ളവര്. ഓ, ഞാൻ കണ്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞോണ്ട് അവർ ഇങ്ങനെ തട്ട്. ഓ, ഇത് അപ്പോഴ എക്സസൈസ്. സ്റ്റെപ്പ് ഇട്. എടി, സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കും. ഐശു, സ്റ്റെപ്പ് പറഞ്ഞോട് അപ്പൂച്ചേന്. കാശി ചെല്ലു. കാശി ഈ ഗേൾസിനെ കടവ കാശി നാണായി. ഗൈസ് നോക്കൂ, ആരൊക്കെയാ വിളമ്പുന്നേന്ന്. ആർജവത്തോടെ പഴം വയ്ക്കണം. എന്തരമ്മ ഇങ്ങോട്ട് വെച്ചാ അത് ഇങ്ങോട്ടൊക്കാം. ഞാൻ എന്റെ ചേട്ടനെ കഴിക്കാൻ വിളിക്കട്ടെ. ചേട്ടാ കഴിക്കാൻ വരണം. അച്ഛാ കഴിക്ക. ചേട്ടാ വരണം. ഇല്ല, ചേട്ടൻ വരണം. പല പെണ്ണുങ്ങളും ചേട്ടന് കൈ കഴുകണം. ഞാൻ കഴുതരാം. ആര് തരണോ? ഹരിത കുലസ്ത്രീയാണ് ചോറ് കൊടുക്കുന്നത്. അല്ല, ഇവിടെ നേരെ വെക്കണതിന്റെ ആകൃതി ശരിയല്ല. എടി, ഒരു പയർ വെളിയിലോട്ട് പോയി. എന്നാണ്ട് അപ്പു വെച്ച അവിയല് കറക്റ്റ്. അനാമികയുടെ കൂട്ടുകാരെ വെപ്പ് ശരിയല്ല. പരിപ്പ് എടുക്കണം. പരിപ്പ് കലക്കി വിളമ്പണം. വടക്കറി വയ്ക്കണം. താങ്ക് യു. വേറൊന്നുമില്ല കൈസ്. ഉണ്ട് കഴിഞ്ഞപ്പം എന്റെ ലിപ്സ്റ്റിക്ക് കുറച്ച് പോയില്ല, ഇച്ചിരി പാച്ചായി. അവിടെ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ട് വരാം. ഇവിടെ ചോറ് കഴിക്കാനുള്ള വൻ ബഹളം. ഹായ് റിങ്കൂസ്. ഇതെന്താടാ വീതിച്ചു വച്ചേക്കണ? എക്സ്പ്രഷൻ. ഞാനും ഒപ്പം കൂടെ ജിമ്മിൽ പോകും. വല്ലപ്പോഴും പോണ സമയത്ത് അവിടെ കാണുമായിരുന്നു. മീശ എടുക്കാതെ നീ ഇനി വന്നത് കണ്ടാ? ഇതറ ഇത് അമ്മ ഇച്ചിരി വെള്ളം ചൂടാക്കിയാണ്. ഞാൻ തുണി വെച്ച് മുക്കി പിഴിഞ്ഞ് എടുത്തു തരാം. കണ്ട ഇവിടെയൊക്കെ കുറെ പാച്ച് വർക്ക്. മുടി വെട്ടണേന്ന് കേട്ടാ സുന്ദര. അപ്പു ഫ്രണ്ട്, എനിക്ക് നാണാം. അമ്മ ഫ്രണ്ട് നിങ്ങളാണ് എടുക്കാനുള്ള. അമ്മയുടെ പുതുപ്പെണ്ണ്. കാശി വാടാ, ഉടുപ്പ് വാങ്ങിച്ചു വാ. അമ്മയ്ക്ക് നാണോന്ന്. ഓ, എനിക്ക് അമ്മ അതിങ്ങനെ ആൾക്ക് കൊടുക്കേ. ഓ, ഞാൻ എടുത്തു തരാം അമ്മ. ചേച്ചി ഇത് ചേട്ടന്, ഇത് കാശിക്ക്,
ഇത് അമ്മയ്ക്ക് കോട്ടൺ, ഇത് ചേച്ചിക്ക്, ഇത് അച്ഛന്, ഇത് അമ്മൂമ്മയ്ക്ക്. അങ്ങനെ വിരുന്ന് കഴിഞ്ഞിട്ട് കാശിയൊക്കെ പോണ്. ചാച്ചാ ഓ ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ ഇന്ന് പോണില്ല, ഞങ്ങൾ ഇന്ന് ഇവിടെയാണ്. ഏട്ടായി കോഫി. ചാച്ചാ ഇതോട്ട് പോണം. കാശി ബൈ. ചാച്ചാ അവന് പോയാ മതി. ടാറ്റാ അച്ഛാ ബൈ. ബൈ. ഈ സ്ത്രീ ആരിത്? എന്തൊരു ബൃങ്കാതിയുടെ പരസ്യോ? ഇങ്ങോട്ട് വരണം, ഈ പെണ്ണുങ്ങളുടെ ഇടയിൽ നിൽക്കണ്ട, വരണം. ഞാൻ വീട് റൂം കാണിച്ചു തരാൻ പൊന്നെ. നമുക്ക് റൂം കാണാം. അയ്യോ പറഞ്ഞിട നമ്മള് വെഡിങ്ങിന് ശേഷം നമ്മൾ ആദ്യമായിട്ടല്ലേ റൂമിൽ പോണത്. അപ്പൊ നമ്മള് റൂം കാണണ്ടേ? നീ ഓക്കെ പൂട്ട വെൽക്കം ഹോം. അപ്പൊ ഞാൻ വരാം ഇങ്ങനെ. എന്ത് തോന്നുന്നു വരുന്ന കഴിഞ്ഞിട്ട്? സദ്യ കഴിച്ചപ്പോ സത്യം പറഞ്ഞ ഉറങ്ങി, ഞാൻ കുറച്ചേരം ഉറങ്ങി പോയി. എനിക്കപ്പോ നല്ല കൊതിയായി ഉറങ്ങാൻ. പിന്നെ ഉറങ്ങാത്തത് പിന്നെ അവരെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ ഇങ്ങനെ ഉറങ്ങി. അവര് സിനിമ കണ്ടോണ്ടിരിക്കില്ല, ഞാനും അവരെ സൈഡിൽ ഇരുന്നല്ലേ ഉറങ്ങിയത്. കാത്തു കിട്ടിയ മുത്താണ്. ഓഫ് കോഴ്സ് ഞാനാ. എന്ത് തോന്നുന്നു വരുന്ന കഴിഞ്ഞിട്ട്? വരുന്ന കഴിഞ്ഞിട്ട് എന്താണ്, ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം റെസ്റ്റ്. നമ്മള് സത്യല്ലേ ഇന്നത്തെ പരിപാടിയും കൂടെ കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റ്. ഓക്കെ സോ ഗൈസ്, സംഭവം വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്ത് ഇവിടെ, ഞാൻ പ്ലാൻ ചെയ്ത് അപ്പൂനെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഇയാളെ പോലെ കാറ് കയറിയിരുന്ന് ചുറ്റി കാണിക്കൊക്കെ അല്ല. സത്യം പറഞ്ഞ അത് 24 hours കാറായി. സോ അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു. അക്കുവിന്റെ ബിരിയാണി വീട്ടിൽ വന്നിട്ടുണ്ടാ നീ? ഇല്ലല്ല, അക്കുവിന്റെ ബിരിയാണി വീട്ടിൽ എന്തോ ഇതിന് വന്നിട്ടുണ്ട്, ആവശ്യത്തിന് എന്തൊരു സാധനം കൊണ്ടു കൊടുക്കാൻ തന്നെ. പക്ഷെ കേറിയില്ല. ഓക്കെ. അപ്പൊ അവിടെ അപ്പൊ പിന്നെ മേലെ വീട് കണ്ടില്ലല്ലോ പുതിയ. അപ്പൊ അവിടെയൊക്കെ നമുക്ക് പോവാം. അങ്ങനെ നമുക്ക് ചുറ്റിക്കാണിക്കൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ. പിന്നെ മെഗല് ടർഫുണ്ട് എന്ന് പറയുന്നുണ്ട് ഗവൺമെന്റിന്റെ, പക്ഷെ വന്നിട്ടില്ല. 10 വർഷം എടുക്കും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ടർഫൊക്കെ കാണാൻ പോവാം. സോ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ കാണാനൊക്കെ പോവാം. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച്? പറഞ്ഞല്ല ഇപ്പൊ ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ അതിലുപരി നല്ല ക്ഷീണവും അലച്ചിലില്ലേ അലച്ചിലും. നമ്മളിതുവരെ ഒന്ന് നല്ല പോലെ ഇരുന്നില്ലല്ലോ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം. ശരിയാണ്, നമ്മൾ ഇരുന്നതേ ഇല്ല, നമുക്ക് സമയമേ കിട്ടിയില്ല. ഞങ്ങൾ ഇവിടെ ഉണ്ടാവും കുറച്ച് ദിവസത്തേക്ക്. അപ്പം ഇനിയിപ്പം ചോദ്യം വരുമോ പൂട്ടാ, നമ്മൾ ഇനി ഇവിടെയാണോ അതോ അവിടെയാണോ? നിന്റെ ഉത്തരം നീ പറഞ്ഞു, എൻ്റെ ഉത്തരം ഞാൻ പറയാം. ഇനി തീർച്ചയായിട്ടും ഇവിടെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മന് ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളും ഇവിടെ സ്റ്റുഡിയോ ഒക്കെ ഇവിടെ ഉള്ളൂ, വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ ഇവിടെ പറ്റത്തുള്ളൂ. അപ്പം നമ്മളിവിടെ ആയിരിക്കും. ഓക്കെ. അതിനുശേഷം നമ്മൾ അങ്ങോട്ട് പോവും. അതായത് വെച്ചാൽ അവർക്കറിയാം, അവർക്ക് ഇനി അവിടെ വന്ന് നിന്നേ പറ്റുള്ളൂ. രാവിലെ ഞാൻ ചായ കുടിച്ച് ഇട്ട് കൊടുത്തില്ലെങ്കിൽ അവിടെ ആരും കുടിക്കില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ ആരത് ഇഡ്ഡലി എടുത്ത് കൊടുത്താൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആണ് ഗൈസ്. അവിടെ അമ്മായി അച്ഛൻ, അതായത് ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് അച്ഛൻ രാവിലെ ഇഡ്ഡലി എടുത്ത് കൊടുക്കണം, എങ്കിലേ കഴിക്കുള്ളൂ. ഇങ്ങനെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചാലും പുള്ളിക്കാരുടെ അടുത്ത് കഴിക്കൂല, ആരെങ്കിലും എടുത്ത് കൊടുക്കണം. അപ്പം അങ്ങനത്തെ നിർബന്ധമൊന്നും അവർക്കാർക്കും ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എവിടെയാണ് ഹാപ്പി ആയിട്ട് നിൽക്കണം അവിടെ നിൽക്കുക. എന്നിട്ട് നമ്മൾ 2 വീടും മാറി നിൽക്കും എന്നാണ് നമ്മളെ പ്ലാൻ, നമ്മളെ സൗകര്യം അനുസരിച്ച്. അവർക്കൊരു പ്രശ്നമില്ല, അവരൊക്കെയാണ്. പക്ഷെ നമ്മൾ പോയി കാണുകയൊക്കെ ചെയ്യണം അവരെ, അത് അങ്ങനെയാണ്. അപ്പം എന്താ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നിൽക്കാനേ പറ്റുള്ളൂ, കാരണം ഹോസ്പിറ്റലിൽ അമ്മയ്ക്ക് കാലൊക്കെ വയ്യാത്തതുകൊണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ഇങ്ങനെ മാറി നിൽക്കും, സൗകര്യം അനുസരിച്ചല്ലേ, നമ്മളെ സൗകര്യം അനുസരിച്ചിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് എന്താ കുറെ എളുപ്പമായി ഷൂട്ടും കാര്യങ്ങളും വരുമ്പോ അവിടെ എന്തേലും
ആവശ്യം വരുമ്പോ അവിടെ പോകാൻ പറ്റും. ശരിയാണ്, അത് ചെയ്യണം. കാരണം അവിടെ നിന്ന് ലുലു 20 മിനിറ്റ്സേ ഉള്ളൂ. പിന്നെ സിറ്റിയിൽ എന്തെങ്കിലും ഷൂട്ട് ഉണ്ടെങ്കിൽ പോയി നിൽക്കാതെ എളുപ്പമാണ്. എൻ്റെ പൊന്നു മാളുൻ്റെ ഒക്കെ തൊണ്ടയിൽ എന്തൊരു സെറ്റ്, എന്തൊരു മൈക്ക് സെറ്റ് വെച്ചാണ് എന്തൊരു തൊണ്ടകളൊക്കെ. ഞാൻ ഈ കല്യാണം കഴിച്ച സിന്ദൂരട്ടോടെ ഞാനങ്ങ് കുലസ്ത്രീ അല്ലേ ഏട്ടായി? ഞാനൊരു കുലസ്ത്രീ പ്രേമത്തി മൊനമ്പിൽ പൊന്നെ കമന്റ് ഇട്ടേക്കണം. എത്ര ചെറിയ ആണെങ്കിലും ചെറുതാണ്, ഇനിയിപ്പോൾ പറയും എന്നെക്കാളും ചെറിയ ആളാണ്. പ്രായം ഉണ്ടെങ്കിലും സമപ്രായക്കാരാണെങ്കിലും കല്യാണം കഴിഞ്ഞ ഭർത്താവിനെ ചേട്ടാന്ന് വിളിക്കണം. അത് ഓരോരുത്തർ ഇതല്ലേ, അവര് പറയട്ടെ. ഓക്കെ, അല്ല ഞാൻ ചോദിച്ചു നിനക്ക് ഓരോരോ അഭിപ്രായങ്ങളല്ലേ. ചേട്ടാ, അങ്ങനെ ഞാൻ ചേട്ടാന്ന് വിളിക്കാറുണ്ട് ഗൈസ്, ഇടയ്ക്ക് വെച്ചിട്ട് സ്നേഹക്കൂടമ ചേട്ടാ ചേട്ടാ. എന്തോ അപ്പൊ അയാൾ അവിടെ നിന്ന് പുനൂതപ്പെട്ട എന്നെ നോക്ക്. എന്തോ ഈ ഈ വെടുതലയാണ് എന്നെ ചേട്ടാന്ന് വിളിക്കണേന്ന്. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. നമുക്കിനി താഴോട്ട് പോകാൻ പെണ്ണുങ്ങൾ അവിടെ ഭയങ്കര ബഹളം. ഞാൻ എൻ്റെ ഈ ഔട്ട്ഫിറ്റ് അങ്ങോട്ട് മാറ്റട്ടെ, കാരണം എല്ലാവരും എൻ്റെ ചന്തം കണ്ടങ്ങ് മയങ്ങി. ആ ചെറുക്കൻ എൻ്റെ ആ കവറത്തുന്നല്ലേ, അതാ പവിൾക്കോടാ. ആ ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് താഴോട്ടൊക്കെ ഒന്ന് പോവാം. ഞാൻ ഈ ഔട്ട്ഫിറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് എൻ്റെ തലയിലെ പൂവൊക്കെ എടുത്ത് മാറ്റട്ടെ. താഴെ പോവാം ഗൈസ്. അങ്ങനെ ദാ മാമി വന്ന്, മാമി സിന്ദൂരം ഞാൻ എല്ലാരെയും വിളിച്ച് കാണിക്കുകയാണ്. കുറച്ച് ദിവസത്തേക്ക് പുനൂതം ഉള്ളതുകൊണ്ട് എല്ലാരെയും വിളിച്ച് കാണിക്കുകയാണ്. ഓ, അതാണ് ഞാൻ എല്ലാരെയും ഇങ്ങനെ വിളിച്ച് കാണിച്ചത്. ഇനി ആരും പറയരുത് ഞാൻ സിന്ദൂരം ഇട്ട് കണ്ടില്ല എന്ന്. ഓ വിളമ്പുണ്ടോ നീ ഇപ്പൊ പറയും ഞാൻ നിന്നെ ക്ലാമി ഗംഗയുടെ വീട്ടിൽ വിഷ്ണുവിന് തോരൻ വിളമ്പാൻ സ്പൂൺ കൊടുത്തില്ല. അടുത്ത ഒരാളിരുന്ന് കണ്ടാൽ ഞെട്ടും. നമ്മളെല്ലാരോടാ തെങ്കാശി പോണേമേ. നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അച്ഛൻ വീട്ടിലൊന്ന് പോയിട്ട് വരാം. എന്ത് തെങ്കാശിയാണ് ചെറുക്കാ തിന്നാതെ ഇറക്കാ. മാമി നമുക്ക് ഉടനെ കൊണ്ടുപോകാം അപ്പൻഡീസിന്. എന്തിനാണ് വെള്ളം കുടിക്കാൻ ക്ഷീണിച്ചോയാ? ഫുഡൊക്കെ കഴിച്ച് ക്ഷീണിച്ചോയാ? ഓ പിമ്പിൾ പാച്ച് അപ്പുന്റെ ഉണ്ട്. അപ്പുന്റെ ഉണ്ട് പിമ്പിൾ പാച്ചൊക്കെ. വാ റെഡിയാവില്ല എങ്കിലും നമുക്ക് വയലൊക്കെ ഇപ്പം കാണാൻ പറ്റുള്ളൂ. മാമി കഴിക്കട്ടെ, മാമി കഴിച്ചു. മാമി വാ, നമുക്ക് വേറെ പെമ്പിള്ളേരുണ്ട് വാ. അപ്പൂപ്പനും അമ്മയും കാർത്തികേന്റെ കട്ട ഫാൻസ് ആണേ. ഇവരെപ്പോഴും കാർത്തികേന്റെ ബ്ലോഗ് കാണാക്കൊണ്ട് ഞാൻ വരെയാണേ. മെയിൻ പരിപാടി ഡേടേ ഇനി ഇറങ്ങ പോവാ. കണ്ടാ തെങ്ക എന്നെ കനം കൊല്ലാമോ? താങ്ക്സ്. ഞങ്ങളിൽ ആരൊക്കെ സൂപ്പർ. രണ്ടുപേരും കൊച്ചിനെ കൺഫ്യൂഷൻ. നിനക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം ആരാ? എന്നെയൊന്ന് പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. മോരാണോ? ഇച്ചിരി മോരാടാ. ഇവിടെ എൻ്റെ അപ്പൂപ്പനും ഉമ്മയും കാർത്തികേന്റെ വ്ലോഗ്സ് അവരിങ്ങനെ ടിവിയിലിട്ട് അവർ ഭയങ്കരമായിട്ട് കാണും. അത് വീഡിയോ റിപ്പീറ്റ് അടിച്ച് കാണും. ഒരു വീഡിയോ തന്നെ അവർ കണ്ടുകൊണ്ടിരിക്കും. ഗൈസ്, ഇത് അപ്പൂന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഔട്ട്ഫിറ്റ് ആണ്. ഏറ്റവും ഇഷ്ടമുള്ള ഔട്ട്ഫിറ്റ് ആണ്. എപ്പോ ഇട്ടാലും എന്നെ ഭയങ്കരമായിട്ട് കോംപ്ലിമെന്റ് ചെയ്യും. ഗൈസ്, നമ്മൾ എവിടെ പോകണമെന്ന് അറിയോ? ഞങ്ങൾ എല്ലാവരും കൂടെ തെങ്കാശിക്ക് പോകണം. കാരണം നോക്കിയപ്പോ ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ തെങ്കാശിക്ക് വിരുന്നിനോടൊന്ന്. തെങ്കാശി ആദ്യമായിട്ടാണ് നമ്മള് തെങ്കാശി പോണത്. പോവാൻ പറ്റിയ സമയമാണ് ഇപ്പം. കാരണം ഇപ്പൊ പോയി കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളും കണ്ടു പോവാം. അപ്പൊ നമ്മള് തെങ്കാശിക്ക് പോകാൻ പോണ്. എന്നിട്ട് നമ്മൾ എന്ത് കഴിക്കും പൂട്ടാ? പിച്ചിപ്പോട്ട കോഴി കഴിക്കും. ഇല്ല പിച്ചിപ്പോട്ട കോഴി കഴിക്കണ്ടേ ഐശുവിന്? പിച്ചിപ്പോട്ട കോഴി. സോ ഗായ്സ്, നമ്മൾ എല്ലാവരുടെ വിരുന്ന് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മള് നേരെ എങ്ങോട്ട് പോണ്? തെങ്കാശി. തെങ്കാശിക്ക് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തെങ്കാശിക്ക് പോകണം. അപ്പു ഞാനിവിടെ ഒരു തവണ നമ്മളെ കല്യാണം ഉറപ്പിച്ചിട്ട് ഞങ്ങൾ ഒരു തവണ അല്ലേ പൂട്ടാ, ഒരു തവണ നമ്മൾ പോയി തെങ്കാശിക്ക്. സോ ഇപ്പൊ എന്താ നമ്മള് തെങ്കാശിക്ക് വേണം. ഇപ്പൊ ഈ സമയത്ത് പോയാൽ നമുക്ക് വയലൊക്കെ കണ്ടല്ലേ, എല്ലാം നല്ല എല്ലാം കണ്ടു പോവാം. മറ്റേ നമ്മൾ രാത്രിയല്ലേ പോണത്. യെസ്. എന്നിട്ട് അവിടെ പോയിട്ട് നമ്മള് പിച്ചിപ്പോട്ട കോഴിയൊക്കെ കഴിക്കും. സോ ഗൈസ്, നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഞങ്ങളെ പിച്ചിപ്പോട്ട കോഴി കഴിക്കാൻ വന്നേ തെങ്കാശിയില്. കാർത്തിക്കാണ് എനിക്ക് ആദ്യം ഇവിടെ പരിചയപ്പെടുത്തി തന്നത്.
പിന്നെ എനിക്കറിയാന്നുള്ള ഫ്രണ്ട്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളിപ്പം പിച്ചിപ്പോട്ട കോഴി കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവരെല്ലാവരും പോയി സീറ്റ് പിടിച്ച് നമ്മൾ കാർ ഒതുക്കാൻ പോയിരുന്നു. അപ്പോൾ ഇതെങ്ങനെയുണ്ട്? അക്കുനാണ് നാണവും ചിരി എത്ര. അക്കുൻ എന്നെ കാണാൻ അത്രയും നാണം. അക്കുൻ എന്തിനാ എത്ര നാണം? ഇതെന്താന്ന് പറയുന്നത് ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട്, ഇത് ഭയങ്കര നാടൻ, ഭയങ്കര കുരുമുളകൊക്കെ ഉള്ളതാണ്. അപ്പൊ വയറിന് സെറ്റാണ്. ചേട്ടാ 2 പിച്ചിപ്പോട്ട കോഴി. ആ ഇതാണ് പിച്ചിപ്പോട്ട കോഴി. ചീത്തറിന്ന് വേണ്ടായിരുന്നു. ഇത് അവരിങ്ങനെ കല്ലിലൊക്കെ ഇട്ടേ ഇങ്ങനെ ഒരുമാതിരി ചുട്ടെടുക്കണേന്ന് തോന്നുന്നു. ഭയങ്കര ടേസ്റ്റ് ആണ് ഇതിന്. ഇവിടെ കോംപ്ലിമെന്ററി അല്ല. എത്ര 30 രൂപ പൊട്ട് ഒരു പ്ലേറ്റ്. ഒരു പ്ലേറ്റ് മാങ്ങ. ഇതാ നമ്മൾ കഴിച്ച ഏകദേശമായി. ഇതൊരു ടേസ്റ്റ് എന്നറിയോ? വാടിപ്പഴുത്തല്ല അല്ലേ? ഇന്ന് പഴുത്ത് ഭയങ്കര ടേസ്റ്റുള്ള മാങ്ങ ചിക്കനും. അങ്ങനെ നമ്മള് ഫുഡ് കഴിച്ചു. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു അല്ലേ? ഇവിടുത്തെ ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഗ്യാസ് കയറൂല. എങ്ങനെയുണ്ട്? തകർന്ന ഫുഡ് തന്നെയാ കഴിച്ചത്. ഹരിതെന്ത് ജീവയില്ലേ ഹരിതയ്ക്ക്? ഇങ്ങോട്ട് ഇപ്പൊ നല്ല ആരോഗ്യം ഉണ്ടായിരുന്നല്ലേ? ഐശു ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഐശു? ഫസ്റ്റ് കഴിച്ചതേ ഇല്ല, എന്നിട്ട് കൊള്ളായിരുന്നു. എന്ന് പൊറോട്ട അത്ര ഇങ്ങനെ വെച്ചിട്ട് അതിലെന്തെങ്കിലും ഇങ്ങനെ കാണിച്ചോണ്ടിരുന്നു. സോ അപ്പൊ നമ്മള് നമ്മുടെ വ്ലോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യായിരുന്നു. നമ്മള് വിരുന്നിന് പോയി എങ്ങനെ ഉണ്ടായിരുന്നു? കൊച്ചിന്റെ തുറന്ന് വാങ്ങിച്ചല്ലേ, ഇന്നും അടിപൊളിയായിരുന്നു. കൊറേ സദ്യ കഴിച്ചപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. ചിക്കൻ തിന്ന് വയറൊരുമാതിരി. എന്നിട്ട് ഇന്നും നമ്മള് ചിക്കൻ തന്നെ തിന്നത്, പക്ഷെ എന്തായാലും കൊള്ളായിരുന്നു. സോ അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.